ആദ്യമായിട്ട് ഞാനാണ് ദിലീപിനെ അവിടെ ആലുവയിൽ സബ് ജയിലിൽ പോയി കാണുന്നത്. അപ്പോഴേ അവിടുന്ന് എൻ്റെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇയാളെ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണെന്നുള്ളത് ആദ്യമേ പറഞ്ഞു. അന്ന് ഞാൻ വെളി വന്ന് ഞാൻ മാധ്യമങ്ങളോടൊക്കെ ഇത് പറയുകയും ചെയ്തു, അയാളെ ഫ്രെയിം ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചന നടത്തിയത് അവരുടെ പാടെ പൊളിഞ്ഞു പോയി. അത് വലിയൊരു തിരിച്ചടിയാണ് അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. പോരാത്തതിനിപ്പം നമ്മുടെ മന്ത്രി പറഞ്ഞു എല്ലാവരും അതിജീവിതയുടെ കൂടാണ്. നമ്മളും അതിജീവിതയുടെ കൂടാണ്. അതിജീവിതയെ പീഡിപ്പിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടി. അത് ശിക്ഷ അർഹിക്കുന്ന രീതിയിൽ അത് ശിക്ഷ പുറപ്പെടുവിക്കും. അതിൻ്റെ വിധി വന്നിട്ടില്ല. അത് നാളെയോ മറ്റന്നാളോ വരുമായിരിക്കും. ബാക്കിയുള്ളവരെ ചെയ്യാത്തവരെ അത് വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് ഫ്രെയിം ചെയ്ത ഒരു സാധനത്തിൽ നിന്നും അദ്ദേഹത്തിന് നമ്മുടെ ദിലീപിന് വെളി വരാൻ സാധിച്ചു. അത് പ്രൂവ് ചെയ്ത അഡ്വക്കേറ്റുമാർക്കും എല്ലാം ഒരു അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ ആശ്വാസമാണ്. പൊതുസമൂഹത്തിന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. സിനിമാക്കാരെ എല്ലാം വലിയ വൃത്തികെട്ട രീതിയിലൊക്കെ ഫ്രെയിം ചെയ്ത ഒരു കേസാണിത്. അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതൊരു വലിയ രീതിയിൽ ഒരു എന്തായാലും ഈ ഗൂഢാലോചനയൊക്കെ പുറത്തു വന്നു. അതായത് പോലീസും ഈ നമ്മുടെ ഇവരും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞുപോയി എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. അങ്ങനൊരു സാഹചര്യം ഇനിയെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇനിയും മേലാലും സംഭവിക്കാതിരിക്കട്ടെ എന്ന്